ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 ദിവസമായിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള ചാനലുകളിലൊക്കെ ഒരു വാർത്തയുണ്ട്. 4 വയസ്സുകാരിയായ കല്യാണിയുടെ കൊലപാതകം. അപ്പോൾ ഈ 4 വയസ്സായ കല്യാണിയുടെ കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആദ്യം സ്വന്തം അമ്മ തന്നെയാണ് കൊണ്ടുപോയി കാലെറിഞ്ഞത്, പുഴയിൽ കൊണ്ടുപോയി എറിഞ്ഞത്. ആദ്യം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ നിന്ന് കാണാതെ പോയിരുന്നു, പിന്നെ വേറെ അവിടുന്ന് കാണാതെ പോയിരുന്നു, പിന്നെ ലാസ്റ്റ് പിന്നെ പോലീസൊക്കെ ചോദിച്ചപ്പം ഞാനത് കൊണ്ടുപോയി പുഴയിൽ എറിഞ്ഞാണെന്ന് പറഞ്ഞു. അത് വലിയ വിവാദമായ കേസായി. അപ്പോൾ ഇതിൽ വമ്പ ഒരു ടെസ്റ്റുണ്ട്. ഇതാരാണ് കൊലപാതകി എന്ന് ചോദിച്ചിട്ട് ആർക്കും ഒരു പിടിയില്ല. ഇതിനിടയിൽ കുട്ടിയുടെ ചെറിയച്ഛൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കരച്ചിൽ കരഞ്ഞു. പോലീസുകാരെ ചെവിക്കൊണ്ടില്ല കേട്ടോ. പോലീസുകാർ ഇവനെ നോട്ടപ്പുള്ളിയായിട്ട് വെച്ചു, ഇവനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ ഇവൻ പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞ് ഹോസ്പിറ്റലിലൂടെ പോയിട്ട് കുട്ടിയുടെ കാര്യം പറഞ്ഞ് ചേട്ടനായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നേരി കരുതി. കാരണം ഇവൻ്റെ അഭിനയം ആർക്കും സംശയം തോന്നിയില്ല. പക്ഷേ പോലീസുകാർക്ക് കേരള പോലീസില്ല, നമ്മുടെ കേരള പോലീസിൻ്റെ അടുത്ത് ഒരു വിലയൊന്നും പോകില്ല. നമ്മുടെ പോലീസിന് അങ്ങനെ ഉണ്ട്. പോലീസുകാർ ഒരു കാര്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കും. എന്തായാലും കുട്ടിയുടെ ചെറിയച്ഛൻ, അതായത് കുട്ടിയുടെ അച്ഛൻ്റെ അനിയനാണ് ഈ കുട്ടീനെ പീഡിപ്പിച്ചത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് പീഡനം നടന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് ഇവൻ കാര്യം തുറന്ന് പറഞ്ഞു. ഇവനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ തുറന്ന് പറഞ്ഞു. അപ്പം ഇതിന് ഈ കുട്ടിയുടെ അമ്മ സന്ധ്യ കൂട്ടുനിന്നെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്, അപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു വാർത്താ മാധ്യമമാണ്, റിപ്പോർട്ടറാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഏത് മാധ്യമം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലപാതകം നടത്തിയത് പിന്നെ ഇവളെ കൊണ്ട് ഈ കായലെറിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് മാനസിക രോഗമില്ല. എന്നാൽ ഇവിടെ അമ്മ പറയുന്നു, ഈ സന്ധ്യയുടെ അമ്മ പറയുന്നത് അവൾക്ക് മാനസിക രോഗമാണ്, ഇത്ര കൊല്ലമായിട്ട് മാനസിക രോഗമാണ്. ഒരു മാനസിക രോഗമില്ല. ഇവൾക്ക് കടി മൂത്തിട്ട് ഇവളും ഈ പിന്നെ ഇവിടെ ഈ ഭർത്താവിൻ്റെ അനിയൻ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ ചെറിയച്ഛനുമായിട്ട് ഭയങ്കര 3 വർഷമായിട്ട് നല്ല ബന്ധമാണ്, രഹസ്യബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ അതാരും അറിയുന്നില്ല. ഇനി ആരും അറിഞ്ഞാൽ തന്നെ പറയുന്നില്ല. ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കുട്ടീനെ ഇവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 വയസ്സായ കുരുന്നിനെ. അത് സ്വന്തം ചെറിയച്ഛനാണ്. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? എങ്ങനെ പൊന്തിയോടോ ഇതൊക്കെ? തനിക്ക് ഭയങ്കര സൂക്കേട് തന്നെ. തൻ്റെ എവിടെയെങ്കിലും ഉങ്ങുമരത്തെ കൊണ്ട് കയറേണ്ടി വരും. വല്ലാത്ത കഷ്ടം തന്നെ. ഈ സന്ധ്യ കൂട്ടു നിൽക്കുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഏതോ വാർത്താമാധ്യമത്തിൽ പറയുന്നുണ്ട് അച്ഛനും കൂട്ടു നിന്നുള്ളത്. അച്ഛൻ കൂട്ടു നിന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അത് ഇപ്പോൾ ശരിക്ക് പോലീസ് എല്ലാവരും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മണി പോലെ പറയും അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഈ വാർത്ത ചെയ്യാണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ കറക്റ്റായിട്ട് ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അല്ലാതെ അവിടെ എവിടെയും പിടിച്ചിട്ട് വാർത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നലെ വരെ കിട്ടിയതിൽ ചെറിയച്ഛനാണ് കൊലയാളി. ചെറിയച്ഛൻ കുറ്റം സമ്മതിച്ചു. ഇവൻ്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചിരുന്ന് മോങ്ങുന്ന കണ്ടപ്പോൾ തന്നെ തോന്നി ഇവൻ്റെ കള്ള ലക്ഷണമാണ് മുഖത്ത്. ഇവനെ കണ്ടാൽ തന്നെ ഒരു ക്രിമിനൽ ലുക്കാണ്, ഒരു കള്ള ലക്ഷണമുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ വന്ന് ഇപ്പോൾ ഇത് പറയിപ്പിച്ചതാണ്. അപ്പോൾ സ്വന്തം അച്ഛൻ, അതായത് സ്വന്തം അച്ഛനല്ല, സ്വന്തം അച്ഛൻ്റെ അനിയൻ ചെറിയച്ഛൻ, അതായത് സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് ഈ കുട്ടികളെ കാണേണ്ടത്. അപ്പം ഇവൻ രാത്രിയിൽ ഈ കുട്ടീനെ ഇവർ കിടക്കുന്ന സമയത്ത് ഇവരുടെ വെട്ടുമെന്ന് ഇവരോട് ചോദിച്ചിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവർ അനുവാദം കൊണ്ടുപോയിക്കോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയച്ഛനല്ലേ, മക്കളെ ലാളിക്കാനുള്ള സ്നേഹമുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിൽ കുട്ടീനെ ലാളിക്കാൻ കൊണ്ടുപോകുമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെയുള്ള ലാളനയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇത് എന്തായാലും ഇത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ എല്ലായിടത്തും എല്ലാ മാധ്യമങ്ങളും പിന്നെ വാർത്തയായതാണ്. അപ്പോൾ ഇപ്പം ഇന്നലെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മാധ്യമത്തിൽ പറഞ്ഞത്, ഇനിയും ഈ പ്രതിയുടെ സുഹൃത്തിനെ കൂടി കിട്ടാനുണ്ട്. സുഹൃത്തെന്ന് പറഞ്ഞാൽ ഈ പ്രതി, ഈ ചെറിയച്ഛനാണല്ലോ പ്രതി. അപ്പോൾ ഇവിടെ തള്ള കുറേ ഈ പെണ്ണിൻ്റെ സന്ധ്യയുടെ തള്ള, ഈ പെണ്ണെന്ന് പറയാൻ പറ്റില്ല, അവൾ ഒരു പെണ്ണല്ല, രാക്ഷസിയാണ്. ഈ കുട്ടീനെ കൊന്ന ഇവളുടെ തള്ള ഇവളെ കുറേ ന്യായീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ തലയ്ക്ക് ഇപ്പോൾ ടോർച്ച് വെച്ച് അടിച്ചതായിട്ട് പാടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് ചെറിയ കമ്പ് കൊണ്ട് അടിച്ചതാണ്. കമ്പ് കൊണ്ടൊന്നും അടിച്ചതല്ല, ശരിക്ക് ടോർച്ച് കൊണ്ട് അടിച്ചാണ്. ആ കുട്ടിയെ ആ അടിയിലൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് ഇവളിപ്പോൾ ഈ കുട്ടീനെ കായലിൽ കൊണ്ട് എറിഞ്ഞ് കുട്ടി മരിച്ചു.
മരിച്ചിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പീഡനത്തിന് ഇരയായി. അപ്പോൾ ഇവൾ പറഞ്ഞെന്താ വെച്ചാൽ ഇവൾ ഈ കുട്ടീനെ കൊല്ലാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സഹോദരൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ദുഷ്ടനായ സഹോദരൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവളും ഈ സഹോദരനും പിതൃ സഹോദരൻ, അതായത് ചെറിയച്ഛൻ, അതായത് ഈ ഇവളുടെ ഭർത്താവിൻ്റെ അനിയൻ, ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള ബന്ധം ഈ കൊച്ച് കണ്ടോ ഒന്നും അറിയില്ല. ഞാൻ അത് പുറത്ത് പറയുന്നത് വെച്ചിട്ടാണോ ഒന്നും അറിയില്ല. എന്തായാലും അതിനെ കൊന്നു കേട്ടോ, അതിനെ കൊന്ന് കൊല വിളിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ പറയാം, ഇത് കേട്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞത് ഒരുപാട് വിഷമിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഗതി പൊളിച്ച് സന്ധ്യേനെ അറസ്റ്റിലായി, സന്ധ്യ ഇപ്പോൾ ജയിലിലായി, ഇവനും ജയിലിൽ പോയി. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഈ വിവരമൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇത് കുറേ ദിവസമായി പറയണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു കൊലയായാലും മോഷണം എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ട് കാര്യമില്ല. ആ ഒരു ന്യൂസിൽ പല പോയിൻറ്റുകളും ഉണ്ടാവില്ല. പിന്നെ ഇത് 2-3 വട്ടം ആയിക്കഴിഞ്ഞാൽ ഈ കൊലപാതകമായാലും മോഷ്ടാവായാലും നമുക്ക് കിട്ടുകയുള്ളൂ. ചിലതൊക്കെ ഒരു ന്യൂസിൽ കഴിയും, പിന്നെ അതിനെപ്പറ്റി സംസാരം വർത്താനം വേറൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും ഇത് ഒന്ന് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ശരിക്കും ഇരുമ്പടിയാണ്. ഇവരൊക്കെ ഗൾഫിലെ നിയമമാണ് ശരിക്കും ഇവിടെ ചെയ്യേണ്ടത്. ഇവരൊക്കെ താല വിട്ട് തന്നെ ചെയ്യണം. എങ്ങനെ തോന്നിയിടോ ഇതൊക്കെ? വല്ലാത്ത സ്വന്തം ചേട്ടൻ്റെ മകളാണ്, അത് 4 വയസ്സുള്ള കുട്ടിക്ക് തിരിച്ചറിയാം. അതിന് എന്താണെന്ന് പോലും അതിനറിയില്ല. അങ്ങനെ ഒരു കുട്ടീനെ നീ ഈ മൃഗീയമായി ഇങ്ങനെ പീഡിപ്പിച്ച് കൊന്നപ്പോൾ നീ ആരാ? നീ ഒരു മനുഷ്യനാണോടാ? ഇതൊക്കെ ഇതെങ്ങനെ പറയാതിരിക്കും? ഇത് ഒരുപാട് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വാർത്തേനെ 3-4 ദിവസമായിട്ട് വിവാദമായിട്ടുള്ളത്. ശരി, എന്നാൽ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ.